എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു കോഴ്സിൻ്റെ 6ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ശീലങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ എന്നും ചെയ്യാറുള്ള കാര്യങ്ങൾ എങ്ങനെ ഹിന്ദിയിൽ പറയാം അല്ലെങ്കിൽ എങ്ങനെ ഹിന്ദിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. അതുകൊണ്ട് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ സ്കിപ്പ് അടിക്കാതെ കാണുക. ഇന്നത്തെ ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സെൻറ്റൻസുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇത് ഉറപ്പാണ്. അപ്പോൾ തുടങ്ങാം അല്ലേ. ആദ്യം എന്താണ്, നമ്മൾ ഒരു 3 വേർഡ് ഇവിടെ ഉണ്ട്. എന്തൊക്കെയാണ്? താഹെ, തീഹെ, അതുപോലെ തേഹെ. എന്താണ് താഹെ, തീഹെ, തേ? എന്താണ് താഹെ, തീഹെ, തേഹെ എന്ന് വെച്ചാൽ വാക്യം സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് നമ്മൾ താഹെ, തീഹെ, തേഹെ ചേർത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ശീലങ്ങളെ കുറിച്ച് പറയലായി. എന്താണ്? സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് താഹെ, തീഹെ, തേഹെ ചേർത്ത് കഴിഞ്ഞാൽ ശീലങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ എന്നും ചെയ്യാറുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയലായി. ഓക്കെ, അപ്പോൾ തുടങ്ങാം. എങ്ങനെയാണ്? ആദ്യം 3 തമ്മിലുള്ള എന്താണ് വ്യത്യാസം നോക്കാം. വ്യത്യാസം ആദ്യം നോക്കാം. തേഹെ. എന്താണ് തേഹെ? തേഹെ എന്ന് വെച്ചാൽ തേ. ഈ തേ എന്ന് പറയുന്ന വേർഡ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? നമ്മൾ സാധാരണ റെസ്പെക്ട്, ബഹുമാനം ആർക്ക് കൊടുക്കാറ്? മുതിർന്നവർക്കല്ലേ. ബഹുമാനം, റെസ്പെക്ട് നമ്മൾ മുതിർന്നവർക്കാണ് കൊടുക്കാറ്. അങ്ങനെ റെസ്പെക്ട് എന്ന് വെച്ചാൽ റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ മുതിർന്നവരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് തേ ചേർക്കണം. തേ എന്താണ്? തേ ചേർക്കുക. തേഹെ. ക്ലിയർ? ഇനി അതല്ല, നമ്മളൊരു ഫീമെയിൽ, ഒരു പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിലോ നമ്മൾ അവിടെ തീഹെ ഉപയോഗിക്കണം. അതും ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ഇനി അടുത്താണ് നമ്മൾ സാധാരണയായിട്ട് സംസാരിക്കുമ്പോൾ എന്ന് വെച്ചാൽ മുതിർന്നവരല്ലാന്നുണ്ടെങ്കിൽ സിംഗുലർ, മുതിർന്നവരല്ലാന്നുണ്ടെങ്കിൽ ഒരു ആളെ കുറിച്ച് പറയാണ്, ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല അത് മുതിർന്നവരല്ലാന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് അവിടെ താഹെ ചേർക്കണം. താഹെ 2 കാര്യങ്ങളാണ്. ഒന്നാമത് മുതിർന്നവർ അല്ലാന്നുണ്ടെങ്കിൽ, രണ്ടാമത് ഒരാളാണെങ്കിൽ, സിംഗുലർ എന്ന് പറയും ഇംഗ്ലീഷിലെ, സിംഗുലർ ഒരാളാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ താഹെ ചേർക്കുക. ഓക്കെ, ബഹുമാനം കൊടുക്കണമെങ്കിൽ തേ, അല്ലാന്നുണ്ടെങ്കിൽ താ, പെണ്ണാണെങ്കിലോ തീ. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമുക്ക് തുടങ്ങാം. ഓരോന്നോരോന്നായി തുടങ്ങാം. നമ്മുടെ 1ാമത്തെ സെൻറ്റൻസ് ആണ് എന്ത്? ഞാൻ എന്നും സ്കൂൾ പോവാറുണ്ട്. ഞാൻ എന്ന് സ്കൂൾ പോവാറുണ്ട്. ശീലങ്ങളല്ലേ. ഞാൻ എന്ന് സ്കൂൾ പോവാറുണ്ട്. അപ്പം ഞാൻ എന്ന് പറയും മേ അല്ലേ, മേ. ഇനി എന്നും എന്ന് പറയുന്ന വേർഡിന് ഹിന്ദിയിൽ 2-3 വേർഡ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് റോജ്, രണ്ടാമത്താണ് ഹർ റോജ്, മൂന്നാമതാണ് ഹർ ദിൻ. എന്താണ്? ഹർ ദിൻ. ഒന്നാമതാണ് റോജ് എന്നും, രണ്ടാമതാണ് ഹർ റോജ്, അങ്ങനെയും പറയാം എന്നും. മൂന്നാമതാണ് ഹർ ദിൻ, ഹർ ദിൻ. ഹർ എന്ന് പറഞ്ഞാൽ എല്ലാം, ഹർ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും. ഓക്കെ, ഹർ. അപ്പോൾ ഞാൻ, മേ, എന്നും, ഹർ റോജ് അല്ലെങ്കിൽ ഹർ ദിൻ. സ്കൂൾ ഹിന്ദിയിൽ നമ്മൾ സ്കൂൾ എന്ന് പറയാം. ഓക്കെ, വിദ്യാലയം എന്ന് പറയും, വിദ്യാലയം. പക്ഷേ അവരും സ്കൂൾ, ഹോസ്പിറ്റൽ, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് ഇതിനൊക്കെ അവരും സെയിം വേർഡാണ് ഉപയോഗിക്കുക. നമ്മളും മലയാളത്തിൽ സെയിം വേർഡ് ഉപയോഗിക്കുക, അതുപോലെ അവരും സെയിം വേർഡാണ് ഉപയോഗിക്കുക. ഓക്കെ, അല്ലാതെ വിദ്യാലയം എന്നും പറയാറില്ല. മേ ഹർ റോജ് സ്കൂൾ ജാത്താ ഹും. ജാന, പോവുക എന്ന് പറഞ്ഞാൽ ജാന ഒഴിവാക്കിയിട്ട് അവിടെ താ, തീ, തേ ചേർക്കലാണ്. എന്ന് പറയാം ക്രിയ വെർബിൻ്റെ ആന, ജാന, പീന, കാന, ഈ ഒഴിവാക്കിയിട്ട് അവിടെ താ, തീ, തേ ചേർത്ത് കഴിഞ്ഞാൽ ശീലങ്ങളായി അല്ലേ. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി ഇവിടെ വരൂ, പോവൂ, ഒഴിവാക്കിയിട്ട് ഓ ചേർക്കുക അല്ലേ. അതുപോലെ ഒഴിവാക്കിയിട്ട് താ, തീ, തേ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? ഇത് ശീലങ്ങളെ കുറിച്ച് പറയലായി. ഓക്കെ, അപ്പം എന്തായി? മേ ഹർ റോജ് സ്കൂൾ ജാത്താ ഹും. ഇവിടെ എന്തുകൊണ്ട് ഹും വന്നു? താ വന്നു അല്ലേ. താ വന്നല്ലോ, പക്ഷേ ഹേ വന്നില്ല. അതിൻ്റെ കാരണം മേൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഹുമാണ് ചേർക്കാറ്. മേ ഏക് അച്ഛാ ഡോക്ടർ ഹും, മേ ഏക് അച്ഛാ ടീച്ചർ ഹും, മേ വഹാ ജാത്താ ഹും. മേ പ്ലസ് ഹും. ഓക്കെ, അത് മറക്കരുത്. അപ്പോൾ ഒന്നും പറയാം, ഞാൻ എന്നും സ്കൂൾ പോവാറുണ്ട്. മേ ഹർ റോജ് സ്കൂൾ ജാത്താ ഹും, അല്ലെങ്കിൽ മേ റോജ് സ്കൂൾ ജാത്താ ഹും, അല്ലെങ്കിൽ മേ ഹർ ദിൻ സ്കൂൾ ജാത്താ ഹും പറയാം. ക്ലിയർ? ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ നെഗറ്റീവ്? നെഗറ്റീവ് സിമ്പിളാണ്. ഈ ഒരു ക്രിയയില്ലേ, വെർബ്. ഈ വെർബിൻ്റെ ക്രിയയുടെ മുന്നിൽ നെഹി ചേർത്താൽ മതി. നെഹി ജാത്താ ഹും പറയാം. ഞാൻ എന്നും സ്കൂൾ പോവാറില്ല. മേ हर रोज स्कूल नहीं जाता हूँ.
മേ ഹർ ദിൻ സ്കൂൾ നെഹി ജാത്താ ഹും. അപ്പോൾ നെഹി ചേർക്കാം, നെഹി ചേർക്കുക ഇവിടെ. ഇനി അടുത്താണ് നമുക്ക് എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം. എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം? അല്ല, ഞാൻ എന്നും സ്കൂൾ പോകാറുണ്ടോ? എന്നും ഞാൻ സ്കൂൾ പോകാറുണ്ടോ? ഇതുപോലെ ഉണ്ടോ ഇല്ലയോ, ഉണ്ടോ ഇല്ലയോ ചോദിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദിയിൽ ഒരു വേർഡാണ് യൂസ് ചെയ്യാറ്. അതാണ് ക്യാ. ക്യാ എന്ന് പറയുന്ന വേർഡ് ചേർക്കലാണ്. അപ്പോൾ സംശയം, അല്ല സാറേ ക്യാ എന്ന് പറഞ്ഞാൽ എന്തെന്നല്ലേ? അതെ, ഈ ക്യാ എന്ന് പറയുന്ന വേർഡ് എവിടെയാണ്, സെൻറ്റൻസ് എവിടെയാണ് ചേർക്കുന്നത് അതിനനുസരിച്ചാണ് മീനിങ് മാറ്റം വരിക. ഓക്കെ, എന്ന് പറയാം. ഇനി ക്യാ എന്ന് പറയുന്ന വേർഡ്, ഈ ക്യാ എന്നാണ് ക്യാ. ഈ ക്യാ എന്ന് പറയുന്ന വേർഡ് സ്റ്റാർട്ടിങ്ങിലാണ് സാധാരണ ചേർക്കാറ്. ഇങ്ങനെ ഇവിടെ ചേർത്തു ക്യാ എന്നാണ് ക്യാ. അപ്പം എന്തായി? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോകണം. ക്യാ മേ ഹർ റോസ് സ്കൂൾ ജാത്താ ഹൂം? ക്യാ മേ ഹർ റോസ് സ്കൂൾ ജാത്താ ഹൂം? ഉണ്ടാ, എന്തായി? ചോദ്യമായി. അല്ല, ഞാൻ എന്നും സ്കൂൾ പോകാറുണ്ടോ? ക്യാ മേ ഹർ റോസ് സ്കൂൾ ജാത്താ ഹൂം? വളരെ സിമ്പിളാണ്. എന്താണ്? ക്യാ എന്ന് പറയുന്ന വേർഡ് സ്റ്റാർട്ടിങ്ങിൽ ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർക്കുക. ലാസ്റ്റ് അന്ന് ലാസ്റ്റ് ഇവിടെ ചേർക്കുക. ഇങ്ങനെ ലാസ്റ്റ് ഇവിടെ ചേർക്കുക. എന്തായി? മേ ഹർ റോസ് സ്കൂൾ ജാത്താ ഹൂ ക്യാ? മേ ഹർ റോസ് സ്കൂൾ ജാത്താ ഹൂ ക്യാ? പക്ഷേ ഹിന്ദിയിൽ സാധാരണ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ക്യാ സ്റ്റാർട്ടിങ്ങിലാണ് ഉപയോഗിക്കാറ്. എന്താണ്? സ്റ്റാർട്ടിങ്ങിലാണ് ഉപയോഗിക്കാറ്. ക്ലിയർ? ഇനി രണ്ടാമതാണ്, നിങ്ങൾ എപ്പോഴും അവിടെ പോവാറുണ്ട്. നിങ്ങൾ എപ്പോഴും അവിടെ പോവാറുണ്ട്. നിങ്ങൾ എന്ന് പറയുന്നതിന് നിങ്ങൾക്കറിയാം എന്താണ് അല്ലേ? ആപ്പ് അല്ലെങ്കിൽ തും. ആപ്പ് അല്ലെങ്കിൽ തും. ആപ്പ് എന്ന് പറയാം, തും എന്ന് പറയാം. ക്ലിയർ? എപ്പോഴും, എപ്പോഴും എന്ന് പറയുന്നത് നമ്മൾ പറയും അമേഷ എന്ന് പറയാം. അമേഷ. ഓക്കെ, ഹമേഷ. ഹമേഷ എന്ന് പറഞ്ഞാൽ എപ്പോഴും. അപ്പോൾ നിങ്ങൾ ആ എപ്പോഴും ഹമേഷ, അവിടെ വഹ അല്ലേ? നമ്മൾ എങ്ങനെയാണോ മലയാളത്തിൽ പറയുന്നത് അതുപോലെയാണ് ഹിന്ദിയിൽ പറയുന്നത്. ക്ലിയർ? ജസ്റ്റ് ഒന്ന് വെച്ചെടുത്താൽ മതി. നിങ്ങൾ ആ എപ്പോഴും ഹമേഷ, അവിടെ വഹ അല്ലെങ്കിൽ ഉദർ. ഓക്കെ, ഉദർ ഇതർ. പക്ഷേ ഏറ്റവും കൂടുതൽ സ്പോക്കൺ ഹിന്ദിയിൽ ഉദർ എന്നല്ല ഉപയോഗിക്കുക, വഹ എന്ന് ഉപയോഗിക്കുക. ഇവിടെ എന്നുള്ളതിനോ യഹാൻ, യഹാ. ഇതർ എന്നല്ല, യഹാ. അപ്പോൾ आप हमेशा वहाँ जाते हो, जाते हो, जाते हो. തേ വന്നല്ലോ. എന്താ കാരണം? അതിൻ്റെ കാരണം നമുക്ക് ബഹുമാനം, റെസ്പെക്റ്റ് കൊടുക്കണം. റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ എന്താ തേ ചേർക്കുക. ഓക്കെ, തേ ഇവിടെ വന്നു, പക്ഷേ ഇവിടെ ഹോ വന്നല്ലോ. എന്തുകൊണ്ട് ഹേ വന്നില്ല? നമുക്കറിയാം മേൻ്റെ കൂടെ അല്ലേ? മേൻ്റെ കൂടെ എപ്പോഴും എന്താ വരിക? ഹുമല വരിക. അതുപോലെ ആ തും, ആപ്പിൻ്റെ കൂടെയും തുമ്മിൻ്റെ കൂടെയും എപ്പോഴും ലാസ്റ്റ് ഹോ ആണ് വരിക. ഓക്കെ, ഹിന്ദിയിൽ എപ്പോഴും ആപ്പിൻ്റെ കൂടെയും തുമ്മിൻ്റെ കൂടെയും, ആപ്പ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, തും ഉപയോഗിച്ചാലും കുഴപ്പമില്ല, രണ്ടിൻ്റെയും കൂടെ ലാസ്റ്റ് സെൻറ്റൻസിൽ ലാസ്റ്റ് എന്ത് ഉപയോഗിക്കണം? ഹോ ഉപയോഗിക്കണം. ഓക്കെ, ഹോ, തേ ഹോ, തേ ഹോ. അപ്പം എന്തായി? ആപ്പ് ഹമേഷ വഹാ ജാത്തേ ഹോ, ആപ്പ് ഹമേഷ വഹാ ജാത്തേ ഹോ, അല്ലെങ്കിൽ തും ഹമേഷ വഹാ ജാത്തേ ഹോ. ഇനി ഞാൻ പറയണം, നിങ്ങൾ എപ്പോഴും ഇവിടെ വരാറുണ്ട്. നിങ്ങൾ എപ്പോഴും ഇവിടെ വരാറുണ്ട് പറയാം, ആപ്പ് ഹമേഷ യഹാ ആത്തേ ഹോ, അല്ലെങ്കിൽ തും ഹമേഷ യഹാ ആത്തേ ഹോ. ഇനി ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയാം. നെഗറ്റീവ് സിമ്പിളാണ്. നമ്മുടെ ക്രിയയില്ലേ, ക്രിയയുടെ മുന്നേ നെഹി ചേർക്കുക. എന്ന് പറയാം, ആപ്പ് ഹമേഷ വഹ നെഹി ജാത്തേ ഹോ. നിങ്ങൾ എന്നും അവിടെ, അല്ല നിങ്ങൾ എപ്പോഴും അവിടെ പോവാറില്ല. തും ഹമേഷ വഹ നെഹി ജാത്തേ ഹോ. ക്ലിയർ? ഇനി ഇതിൻ്റെ ചോദ്യം എങ്ങനെ ചോദിക്കാം? ചോദ്യം ഞാൻ പറഞ്ഞു, ചോദ്യം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ക്യാ എന്ന് പറഞ്ഞ വേർഡ് സ്റ്റാർട്ടിങ് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ്. സാധാരണ സ്റ്റാർട്ടിങ്ങിലാണ് ചേർക്കാറ്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ പറയാം, ക്യാ ആപ്പ് വഹാ ജാത്തേ ഹോ, ക്യാ തും വഹാ ജാത്തേ ഹോ, ക്യാ ആപ്പ് വഹാ ജാത്തേ ഹോ. അല്ല, നിങ്ങൾ അവിടെ പോവാറുണ്ടോ എന്നായി. ക്ലിയർ? അപ്പോൾ രണ്ടാമതും ക്ലിയർ ആയി അല്ലേ? ഇനി അടുത്താണ്, മൂന്നാമതാണ്, അവൾ എന്ത് ചെയ്യുന്നു അല്ലേ? അവൾ എന്ത് ചെയ്യുന്നു? ശീലങ്ങൾക്ക് ചോദിക്കുകയാണ്. അവൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? പറയാം, അവൾ എന്താ പറയാ? ബഹെ അല്ലെങ്കിൽ വോ. ഇനി എന്ത്? ക്യാ. ചെയ്യുക, കർണ നാ ഒഴിവാക്കിയിട്ട് അവിടെ തീഹെ ചേർക്കണം. എന്താ കാരണം? അതിൻ്റെ കാരണം ഇത് പെണ്ണാവുമ്പോൾ തീ ചേർക്കണം. പറയാം, വഹ ക്യാ കർത്തി ഹേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആപ് ക്യാ കർത്തേ ഹോ, തേ ഹോ. ആപ് ക്യാ കർത്തേ ഹോ, തും ക്യാ കർത്തേ ഹോ. ഇത് പഠിച്ചു വെക്കുക. ഇങ്ങനെ ആപ് ക്യാ കർത്തേ ഹോ അല്ലെങ്കിൽ തും ക്യാ കർത്തേ ഹോ. ഈ ഞാൻ എന്ത് ചെയ്യുന്നു? മേ ക്യാ കർത്താ ഹും. ഓക്കെ, മേ ക്യാ കർത്താ ഹും, താഹും. ഇനി അടുത്ത നോക്കാം. നാലാമതാണ്,
എൻ്റെ അനിയൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. എൻ്റെ അനിയൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പോൾ അനിയൻ എന്ന് പറയാം, അനിയൻ അനിയൻ ബായി, ചോട്ടാ ബായി ബടാ ബായി, ചോട്ടാ ബായി ബടാ ബായി. ബടാ ബായി ആണെങ്കിലോ മുതിർന്ന അല്ലേ, മുതിർന്നവരല്ലേ, ചോട്ടാ ബായി. ഓക്കെ, അപ്പോൾ എൻ്റെ അനിയൻ മേര, എൻ്റെ മേര ചോട്ടാ ബായി അല്ലെങ്കിൽ ബായി ക്രിക്കറ്റ് കേൾത്താ ഹെ, ക്രിക്കറ്റ് കേൾത്താ ഹെ, താഹെ എന്നല്ലേ താഹെ കാരണം. എന്താ കാരണം? മുതിർന്നവരാണെങ്കിൽ റെസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ തേഹ എന്ന് പറയും. ഇവിടെ ചെറുതല്ല, എന്താണ് ഇവിടെ അനിയനാണ്, അനിയൻ അനിയനാണ് നമ്മൾ താഹ ഉപയോഗിച്ചു. ഓക്കെ, മേര ചോട്ടാ ബായി ക്രിക്കറ്റ് കേൾത്താ ഹെ അല്ലെങ്കിൽ മേര ബായി ക്രിക്കറ്റ് കേൾത്താ ഹെ. ഓക്കെ, ക്രിക്കറ്റ് സെയിം ആണ്, ക്രിക്കറ്റ് ഫുട്ബോൾ സെയിം വേർഡാണ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് പറയണം. എൻ്റെ ബായി ക്രിക്കറ്റ്, എൻ്റെ അനിയൻ ക്രിക്കറ്റ് കളിക്കാറില്ല. മേര ബായി അല്ലെങ്കിൽ മേര ചോട്ടാ ബായി ക്രിക്കറ്റ് നെഹി കേൾത്താ ഹെ, ക്രിക്കറ്റ് നെഹി കേൾത്താ ഹെ. ഇനി എന്താ പറയണം ഇങ്ങനെ, എൻ്റെ ജ്യേഷ്ഠൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്ന് പറയാം. എൻ്റെ ജ്യേഷ്ഠൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. മേര ബടാ ബായി, മേര ബടാ ബായി അല്ലെങ്കിൽ മേര ബായി ക്രിക്കറ്റ് കേൾത്തേ ഹെ, കേൾത്തേ ഹെ. ഇവിടെ തേ വരണം, തേ. എന്താ കാരണം? റെസ്പെക്ട്, തേ ഹെ. ഓക്കെ, തേ ഹെ റെസ്പെക്ട്. ക്ലിയർ? ഇനി ചോദ്യം എന്ത്? അല്ല, എൻ്റെ അനിയൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? എൻ്റെ അനിയൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? അപ്പോൾ ക്യാ എന്ന് പറയുന്ന വേർഡ് ലാസ്റ്റ് അല്ല, ലാസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ്. ഓക്കെ, സ്റ്റാർട്ട് ചേർക്കാം. ക്യാ മേര ഭായി ക്രിക്കറ്റ് കേൾത്താ ഹെ, ക്യാ മേര ഭായി ക്രിക്കറ്റ് കേൾത്താ ഹെ. ഇനി അടുത്താണ്, നാലാമതാണ്. വളരെ സിമ്പിളാണ്, ഡിഫിക്കൽട്ട് അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ 2-3 തവണ ജസ്റ്റ് കാണണം. ഓക്കെ, ജസ്റ്റ് 2-3 തവണ ജസ്റ്റ് വീഡിയോ കണ്ടോളൂ, മനസ്സിലാവും. ഇനി അടുത്താണ്, ഞങ്ങൾ എന്നും പാർക്കിൽ കളിക്കാറുണ്ട്. ഞങ്ങൾ എന്നും പാർക്കിൽ കളിക്കാറുണ്ട്. ഇൽ അല്ലേ, ഇൽന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വയ്ക്കും? മേ. ഓക്കെ, ഇൻ നമ്മൾ ഇംഗ്ലീഷ് പറയും ഇൻ അല്ലേ, ഉള്ളിൽ. അന്തർ എന്ന് പറയും, പക്ഷെ അന്തർ എന്നല്ല, സ്പോക്കൺ ഹിന്ദിയിൽ അന്തർ എന്നല്ല പറയാം, മേ എന്ന് പറയാം, ഇൽന്. അതുപോലെ മുകളിലാണെങ്കിലോ പറന്ന പറയാം, പറന്നാണ് പറ, മുകളിൽ. ക്ലിയർ? അപ്പോൾ എന്ന് പറയാം, ഞങ്ങൾ എന്നും പാർക്കിൽ കളിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ എന്ന് പറയും, ഹം എന്ന് പറയും. ഹം ഹർ ദിൻ അല്ലെങ്കിൽ റോജ്, ഹം റോജ് പാർക്ക് മേ കേൾത്തേ ഹെ, ഹം റോജ് അല്ലെങ്കിൽ ഹർ ദിൻ പാർക്ക് മേ എന്താണ്? പാർക്കിൽ, പാർക്ക് മേ. ഞാൻ പറയുന്നത് പോക്കറ്റിൽ, ജേബ് മേ. ഓക്കെ, ജേബ് മേ. ഇനി ഞാൻ പറയുന്നത് തലൻ്റെ മുകളിൽ, തലമേൽ എന്ന് പറയാം, തല സിർ, സിർമേ എന്ന് പറയുന്നത് സിർപ്പർ എന്ന് പറയണം. ഓക്കെ, ഒന്ന് പറയാം, ഹം ഹർ ദിൻ പാർക്ക് മേ കേൾത്തേ ഹെ, ഹം ഹർ ദിൻ പാർക്ക് മേ കേൾത്തേ ഹെ. ഇവിടെ തേഹ കാരണം, തേഹ കാരണം ഒരുപാട് പേരുണ്ടല്ലോ, ഒരുപാട് പേരുണ്ടെങ്കിലും മുതിർന്നവർക്കും എന്താണ്, ഒരുപാട് പേരുണ്ടെങ്കിൽ പ്ലൂറൽ ഫോം എന്ന് പറയും ഇംഗ്ലീഷിൽ. പ്ലൂറൽ ഫോം ആണെങ്കിൽ തേഹെ, അതുപോലെ പ്ലൂറൽ ഫോം ആവണം, അതുപോലെ മുതിർന്നവർക്കും ഒന്നാമതാണ് ബഹുമാനം കൊടുക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും തേഹയാണ് ചേർക്കുക, തേ. അതുപോലെ പ്ലൂറൽ ഫോം ആണെങ്കിൽ ഒരുപാടുണ്ടെങ്കിലോ അപ്പോഴും നമ്മൾ തേയാണ് ചേർക്കാം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഒന്ന് പറയാം, ഹം ഹർ ദിൻ പാർക്ക് മേ കേൾത്തേ ഹെ. ഇനി ഞങ്ങൾ എന്നും പാർക്കിൽ കളിക്കാറില്ല എന്ന് പറയാം, ഹം ഹർ ദിൻ അല്ലെങ്കിൽ ഹം റോജ് പാർക്ക് മേ നെഹി കേൾത്തേ ഹെ. ഇനി ചോദ്യം ചോദിക്കണം, അല്ല ഞങ്ങൾ എന്നും പാർക്കിൽ കളിക്കാറുണ്ടോ? നമ്മൾ എന്നും പാർക്കിൽ കളിക്കാറുണ്ടോ ചോദിക്കാം. ക്യാ ഹം റോജ് പാർക്ക് മേ കേൾത്തേ ഹെ, ക്യാ അത് ക്യാ ഹം റോജ് പാർക്ക് മേ കേൾത്തേ ഹെ. ഓക്കെ, ഇതെന്താണ്? ഇത് നമ്മുടെ മലയാളത്തിലെ ഉച്ചാരണമാണ്. ഇനി അടുത്താണ്, ആറാമതാണ്, അവർ എപ്പോഴും അവിടെ പോകാറുണ്ട്. അപ്പോൾ അവർ എന്ന് പറയാ വോ എന്ന് പറയാം, വോ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ്, ഇത് മറക്കരുത്. എപ്പോഴും ഹമേശ അല്ലേ, എപ്പോഴും ഹമേശ. അവർ വോ എപ്പോഴും ഹമേശ, അവിടെ വഹാ, ഉദാഹരണം പറയാം, വഹാ പോകാറുണ്ട്. എന്താണ്? ജാത്തേ ഹെ എന്നാണ്, ജാത്തേ ഹെ. വേ ഹമേശ വഹാ ജാത്തേ ഹെ, വേ ഹമേശ വഹാ ജാത്തേ ഹെ. ഇവിടെ എന്തുകൊണ്ട് തേഹ വന്നു? അതിന് കാരണം അവരല്ലേ, അവർ എന്നാണ് പ്ലൂറൽ ഫോമാണ്. ഒരുപാട് പേരുണ്ടെങ്കിലും അതുപോലെ റെസ്പെക്റ്റ് കൊടുക്കാനും ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുക? തേയാണ് ഉപയോഗിക്കുക, തേഹേ എന്നാണ്, തേഹേ. അപ്പോൾ ഒന്നുകൂടെ പറയാം, അവർ എപ്പോഴും അവിടെ പോകാറുണ്ട്. വേ ഹമേശ വഹാ ജാത്തേ ഹേ. അവർ എന്നും അല്ലെങ്കിൽ അവർ എപ്പോഴും അവിടെ പോകാറില്ല. വേ ഹമേശ വഹാ നെഹി ജാത്തേ ഹേ, വേ ഹമേശ വഹാ നെഹി ജാത്തേ. ഇനി ചോദ്യം ചോദിക്കണം. അങ്ങനെ ചോദ്യം, ക്യാ എന്ന് പറയുന്ന വേർഡ് സ്റ്റാർട്ടിങ് അല്ലേ, ക്യാ ഹം ഹമേശ വഹാ ജാത്തേ ഹേ, ക്യാ ഹം ഹമേശ വഹാ ജാത്തേ ഹേ. സിമ്പിളാണ്. ക്യാ ഹം അല്ല, വേ ആണല്ലേ. ഓക്കെ,
ക്യാ വേ ഹമേശ വഹാ ജാത്തെ ഹെ? അവർ എന്നും അവിടെ പോകാറുണ്ടോ? ഈ ഞങ്ങൾ എന്നും അവിടെ പോകാറുണ്ടോ? ക്യാ ഹം ഹമേശ വഹാ ജാത്തെ ഹെ? നിങ്ങൾ എന്നും അവിടെ പോകാറുണ്ടോ? ക്യാ ആപ് ഹമേശ വഹാ ജാത്തെ ഹോ? അല്ല, ഞാൻ എന്നും അവിടെ പോകാറുണ്ടോ? ക്യാ മേ ഹമേശ വഹാ ജാത്താ ഹും? സിമ്പിളാണ്. ഓക്കെ, ഇതൊരു 3-4 തവണ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു വരും. ഓക്കെ, ഇനി അടുത്താണ് 7-ാമതാണ്, ഞാൻ എന്നും ഒരു കഥ എഴുതാറുണ്ട്. ഞാൻ എന്നും ഒരു കഥ എഴുതാറുണ്ട്. അപ്പം ഞാൻ മേ, എന്നും റോജ്, കഥ കഹാനി, എഴുതുക ലിഖ്ന താഹും. മേ റോജ് കഹാനി ലിഖ്താ ഹും. മേ റോജ് ഏക് കഹാനി ലിഖ്താ ഹും. സിമ്പിളാണ്. ഞാൻ മേ എന്നും, ഹർ ദിൻ അല്ലെങ്കിൽ റോജ് ഒരു, ഏക് കഥ കഹാനി എഴുതാറുണ്ട്, ലിഖ്താ ഹും. സിമ്പിളാണ്. മേ ഹർ റോജ് അല്ലെങ്കിൽ മേ ഹർ ദിൻ ഏക് കഹാനി ലിഖ്താ ഹും. എങ്ങനെയാണോ മലയാളം അതുപോലെ ചേർത്താൽ മതി. സിമ്പിളാണ്. എന്ന് പറയാം, മേ ഹർ ദിൻ ഏക് കഹാനി ലിഖ്താ ഹും. ഇനി ഇതിൻ്റെ നെഗറ്റീവ് പറയാം. നെഗറ്റീവ്, മേ ഹർ ദിൻ ഏക് കഹാനി നെഹി ലിഖ്താ ഹും. ഇവിടെ ചേർക്കുക, നെഹി ലിഖ്താ ഹും. മേ നെഹി ലിഖ്താ ഹും. ഇനി ചോദ്യം, അല്ല ഞാൻ എന്നും കഥ എഴുതാറുണ്ടോ? ഞാൻ എന്നും കഥ എഴുതാറുണ്ടോ? അപ്പം ക്യാ എന്ന് പറയുന്ന വേർഡ് സ്റ്റാർട്ടിങ്ങിൽ, ക്യാ മേ റോജ് കഹാനി, ക്യാ മേ റോജ് ഏക് കഹാനി ലിഖ്താ ഹും, ക്യാ മേ ഏക് കഹാനി റോജ് ലിഖ്താ ഹും. എങ്ങനെയും പറയാം. ഓക്കെ, ക്യാ മേ ഹർ ദിൻ ഏക് കഹാനി ലിഖ്താ ഹും. നമുക്ക് മലയാളത്തിൽ ഇതുപോലെ മാറ്റാലോ. അങ്ങനെ, ഞാൻ ഒരു കഥ എന്നും എഴുതാറുണ്ട്, അല്ലേ? അങ്ങനെയും പറയാം. എങ്ങനെയൊക്കെ നമുക്ക് മലയാളത്തിൽ വേർഡ്സിന് അവിടെയും ഇവിടെയും മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ അതുപോലെ ഹിന്ദിയിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഓക്കെ, ഇനി അടുത്താണ് 8-ാമതാണ്, അവൾ എപ്പോഴും എൻ്റെ അടുത്ത് വരാറുണ്ട്. അവൾ എപ്പോഴും എൻ്റെ അടുത്ത് വരാറുണ്ട്. പറയാം അവൾ, വെഹെ അല്ലെങ്കിൽ വോ ആണോ? വെഹെ എന്നും പറയാം അല്ലെങ്കിൽ വോ എന്നും പറയാം. ഓക്കെ, വോ ഹമേഷ എപ്പോഴും, വോ ഹമേഷ മേരെ പാസ്, മേരെ പാസ് എൻ്റെ അടുത്ത്. ഓക്കെ, എൻ്റെ അടുത്ത് മേരെ പാസ്. നിങ്ങളുടെ അടുത്ത് ആപ്കെ പാസ് ആണ്. ആപ്കെ പാസ് മേരെ പാസ് എന്ന് പറയും. वो हमेशा मेरे पास आती है, वो हमेशा मेरे पास आती है. ഇനി അവൾ എന്നും അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ അടുത്ത് വരാറില്ല. വേ അല്ലെങ്കിൽ വോ ഹമേഷ മേരെ പാസ് നെഹി ആത്തി ഹെ. അല്ല, അവൾ എപ്പോഴും എൻ്റെ അടുത്ത് വരാറുണ്ടോ? അപ്പം ക്യാ എന്ന് പറയുന്ന വേർഡ് ആ ചേർക്കുക. ക്യാ വോ ഹമേഷ മേരെ പാസ് ആത്തി ഹെ? ക്യാ വോ ഹമേഷ മേരെ പാസ് ആത്തി ഹെ? സിമ്പിളാണ്. അപ്പം നിങ്ങളിതുപോലെ ഒരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് അയക്കുക. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തോളാം. ഓക്കെ.